മഹല്ലാവുന്നു. തുറന്നൂരിൻ്റെ അടുത്ത മഹല്ലാവുന്നു. കുട്ടിക്കാട്ടിലെ മഹല്ലൊരു മഹല്ലുണ്ടാവുക. ആ മഹല്ലിൽ യൂണിറ്റിൻ്റെ എസ്എസ്എഫിൻ്റെ പ്രസിഡൻ്റായിട്ട് അവിടെ വർക്ക് ചെയ്തതാണ് ഇത്രയും കാലം. അതുപോലെ തന്നെ നമ്മുടെ മദ്രസ അധ്യാപകൻ 12 വർഷത്തോളം പള്ളികളിലൊക്കെ പോയി പഠിച്ചിട്ടുണ്ട്. വിദ്യാപ്പള്ളി, നിങ്ങൾക്ക് അറിയാവുന്ന പ്രദേശമാണ് വിദ്യാപ്പള്ളി. കാർത്തിയപ്പള്ളി എന്ന് പറയുന്ന സ്ഥലത്ത് ഞാൻ ജോലി ചെയ്തത്. അവിടെയാണ് മദ്രസയിലെ ജോലി. അതുപോലെ തന്നെ അവിടെ ചെറിയൊരു പള്ളിയിൽ ഇമാമുമായിരുന്നു. അങ്ങനെ അവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മറ്റൊരു വിസയിക്കുകയും സൗദി അറേബ്യയിലേക്ക് ചെറിയ വിസ സംഘടിപ്പിച്ച് ഞാൻ അങ്ങനെ സൗദി അറേബ്യയിലേക്ക് പോയി. സൗദി അറേബ്യയിലേക്ക് പോയപ്പോൾ എൻ്റെ റൂമിൽ കുറച്ച് മുജാഹിദിൻ്റെ പ്രവർത്തകന്മാരുണ്ടായിരുന്നു. മുജാഹിദിൻ്റെ പ്രവർത്തകർ അവർ ഞാൻ വരുന്നത് അറിഞ്ഞപ്പോൾ അവർ നല്ല സന്തോഷത്തിലായിരുന്നു. എൻ്റെ റൂമിലുള്ള മുജാഹിദിൻ്റെ പ്രവർത്തകർ എന്താണെന്ന് വെച്ചാൽ ഒരു മുസ്ലിയാരാണ് വരുന്നത്, നമുക്ക് ചില സംശയങ്ങളൊക്കെ ചോദിക്കാം, അപ്പോൾ സംശയങ്ങളൊക്കെ തീർക്കാം എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ എത്തിയപ്പോൾ 1-ാമത്തെ ദിവസം 2-ാമത്തെ ദിവസം അവർ എന്നോട് ആശയപരമായിട്ടൊന്നും പറഞ്ഞില്ല. നല്ല നിലക്കുള്ള സംസാരങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അവർ ചില കേസറ്റുകൾ പ്രദർശിപ്പിക്കാൻ തുടങ്ങിയ റൂമിൽ ഹുസൈൻ സലഫിൻ്റെയും അതുപോലെ തന്നെ അനീഫ് കായക്കൊടി അതുപോലത്തെ കേസറ്റുകൾ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. എൻ്റെ അതിൽ നിന്ന് അവരിൽ നിന്ന് കേൾക്കുന്നത് എന്നോട് ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പഠിച്ചു വെച്ച മറുപടികളൊക്കെ അവരോട് പറഞ്ഞു കൊടുത്തു. ഞാൻ കേസറ്റ് കേൾക്കാൻ നിൽക്കില്ല. കാരണം മുജാഹിദിൻ്റെ കേസറ്റ് കേൾക്കാൻ പാടില്ല, അവരുടെ പ്രസിദ്ധീകരണങ്ങൾ വായിക്കാൻ പാടില്ല, അവരോട് സലാം ചെല്ലാൻ പാടില്ല, അവരെ യഥാർത്ഥ മുസ്ലിമായിട്ട് കാണാൻ തന്നെ പാടില്ല. ഇതാണ് ഞാൻ പഠിച്ചിട്ട്. അതുകൊണ്ട് തന്നെ ഞാൻ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയോ അല്ലെങ്കിൽ അവരുടെ പ്രസിദ്ധീകരണം വായിക്കുകയോ ചെയ്തിട്ടില്ല. പിന്നെ മുജാഹിദിന്റെ പണ്ഡിതന്മാരുടെ പ്രശ്നങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട്. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ നാദാപുരത്ത് ഹുസൈൻ സലഫിയും അതുപോലെ തന്നെ പേരോട് റഹ്മാൻ സക്കാഫിയും ഗണ്ടന പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഞാനങ്ങനെ പോയിട്ടുണ്ട്. അപ്പോൾ ഹുസൈൻ സലഫിന്റെ കേസറ്റ് പേരോട് റഹ്മാൻ സക്കാഫി ചില ക്ലിപ്പിങ് ചില ഭാഗങ്ങൾ കേൾക്കും. ആ സമയത്ത് ഹുസൈൻ സലഫിനെ കാണുന്നതും ആ കേസറ്റ് വെച്ച് കാണും. ആ സമയത്താണ് ഹുസൈൻ സലഫിന്റെ ശബ്ദവും ഞാൻ കേൾക്കുന്നത്. അങ്ങനെ ഹുസൈൻ സലഫി അങ്ങനെയാണ് മുജാഹിദിന്റെ പണ്ഡിതന്മാരെ ഞാൻ കേട്ടതും പഠിച്ചതൊക്കെ. അതായത് സുന്നി പണ്ഡിതന്മാരുടെ നാവിൽ നിന്നാണ് മുജാഹിദിന്റെ പ്രസിദ്ധീകരണം, മുജാഹിദിന്റെ ആശയം എന്താണെന്നും എന്താണ് മുജാഹിദ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അതല്ലാതെ മുജാഹിദ് പ്രവർത്തകരിൽ നിന്ന് ഞാൻ എന്തായിട്ടില്ല, മുജാഹിദ് എന്താണെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഏത് പ്രസ്ഥാനത്തിന് ശത്രുക്കളിൽ നിന്ന് മനസ്സിലാക്കുമ്പോൾ ഒരിക്കലും ഉണ്ടാവില്ല, അത് നന്നാക്കി മനസ്സിലാക്കാൻ പറ്റില്ല. ഞാൻ അവരിൽ നിന്നാണ് അവരെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ പഠിക്കുമ്പോൾ അതിൽ ഞാൻ ഹുസൈൻ സലഫിനെ പറ്റി എന്താണെന്ന് ചോദിച്ചാൽ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ റൗദ ആ ഖബർ കള്ളചാരമാണ് എന്ന് ഹുസൈൻ സലഫി പ്രസംഗിക്കുന്ന രംഗം ഞാൻ കേട്ടു. അത് കേട്ടതിനോടുകൂടി മുജാഹിദ് പ്രസ്ഥാനത്തെ ഞാൻ വല്ലാതെ കൊടുത്തു എന്ന് മാത്രമല്ല, ഹുസൈൻ സലഫിന്റെ പേര് കേൾക്കുമ്പോൾ ഞാൻ ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയുന്നവരെ പറഞ്ഞിരുന്നു. കാരണം അള്ളാഹുവിന്റെ പ്രവാചകന്റെ ഖബറിനെ സംബന്ധിച്ച് അത് കള്ളചാരമാണെന്ന് പ്രചരിക്കുമ്പോൾ അത് വല്ലാത്തൊരു വേദനയുള്ളതാണ്. അത് ഞാൻ കേട്ടപ്പോൾ എനിക്ക് എൻ്റെ മനസ്സ് വല്ലാതെ വേദനിച്ചു. ആ രംഗം പേരോട് റഹ്മാൻ സക്കാഫി അവതരിപ്പിക്കുന്ന കരഞ്ഞുകൊണ്ടാണ്. കാരണം അള്ളാഹുവിന്റെ റസൂലിന്റെ റൗളയെ സംബന്ധിച്ച് കള്ളചാരം എന്ന് പറഞ്ഞതിൽ അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് ഈ രംഗം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കി ഒരിക്കലും പേരോട് റഹ്മാൻ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ഈ സംഭവം പറയണമെങ്കിൽ അതൊരിക്കലും കളവാൻ സാധ്യതയില്ല. എന്ന് മാത്രമല്ല, ദീനിനു വേണ്ടി ഒരിക്കലും പേരോട് റഹ്മാൻ ഈ കളവ് പറയൂല എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. അങ്ങനെ ഞാൻ ഗൾഫിൽ പോയപ്പോൾ അവിടെ നിന്ന് ഈ ഹുസൈൻ സലഫി പറഞ്ഞ ഈ കേസറ്റ് ഞാൻ എവരോട് ഈ സംഭവം പറഞ്ഞു. മുജാഹിദിന്റെ പ്രവർത്തകർ ഇങ്ങനെ റസൂലുള്ളാഹിന്റെ റൗളയെ പറ്റി കള്ളചാരമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ ഞാൻ ഈ കേസറ്റ് അവരെനിക്ക് ഈ കേസറ്റ് തന്ന് അവരോട് നീ ഒന്ന് കേൾക്ക്, എന്നിട്ട് നമുക്ക് ചർച്ച ചെയ്യാം. അപ്പൊ ഞാൻ ഈ കേസറ്റിനൊരു കേട്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ഇതാണോ ഇദ്ദേഹം പറഞ്ഞത്? ഞാൻ അത്ഭുതപ്പെട്ടു. അതായത് എന്താണ് ഹുസൈൻ സലഫി പറഞ്ഞത്? ഹുസൈൻ സലഫി അള്ളാഹുവിന്റെ പ്രവാചകനാവുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിനെ സംബന്ധിച്ച് കള്ളചാരാന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. അദ്ദേഹം പിന്നെ പറഞ്ഞത് എന്തിനെ സംബന്ധിച്ചാണെന്ന് ചോദിച്ചാൽ, ഇവര് അഥവാ സുന്നികളിൽ പ്രത്യേകിച്ച് കാന്തപുരത്തിന്റെ ആൾക്കാർ, ഞാൻ ഈ പ്രസംഗത്തിൽ ചില വ്യക്തികളെ ഞാൻ പരാമർശിക്കുന്നു.
ഇത് പരാമർശിക്കുന്നത് പരിശുദ്ധമായി റമദാൻ ചെയ്ത ദീപത്താണ് നിങ്ങൾ മനസ്സിലാക്കരുത്. കാരണം ഞാനിത് പറയുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ പൊരുത്തം കാണിച്ചുകൊണ്ട് മാത്രമാണ്, അല്ലാണ്ട് വേറൊരു ഉദ്ദേശം എനിക്കില്ല. കുറച്ച് വ്യക്തികളെ പരാമർശിക്കാതെ കഴിയൂല. ഇത് പറയുമ്പോൾ മഹാനായ അലി റളിയല്ലാഹു അൻഹു ഒരു യുദ്ധത്തിന്റെ മുഖാമുഖത്ത് ഒരു ശത്രുവുമായി നേരിട്ടു, യുദ്ധമുഖാമുഖത്ത്. ആ സമയത്ത് ആ ശത്രുവിനെ പിടിച്ച് മലർത്തി കിടത്തി ആ ശത്രുവിന്റെ മേലെ വാൾ ഓങ്ങുമ്പോഴാണ് ആ ശത്രു അലി റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് തുപ്പുന്നത്. അലി റളിയല്ലാഹുവിന്റെ മുഖത്തേക്ക് ആ ശത്രു തുപ്പിയപ്പോൾ യുദ്ധമുഖാമുഖത്ത് നേരിട്ട് കൊണ്ടിരിക്കുന്ന ആ ശത്രുവിനെ അലി റളിയല്ലാഹു വിട്ടേക്ക്. എന്താ വിട്ടേക്കാൻ കാരണം? ഈ മനുഷ്യൻ അലി റളിയല്ലാഹുവിന്റെ മുഖത്ത് തുപ്പിയപ്പോൾ ഞാൻ ഈ സമയത്ത് അങ്ങനെ കൊന്നു കഴിഞ്ഞാൽ ആ തുപ്പിയ കാരണത്താലായി പോകുമോ കൊല്ലരുതെന്ന് പേടിച്ചുകൊണ്ട് യുദ്ധമുഖാമുഖത്തിൽ നിന്ന് ശത്രു ഒഴിവാക്കി അള്ളാഹിന്റെ വൃത്തം മാത്രം ജയിച്ചുകൊണ്ടായിരിക്കണം എന്നെ പരാമർശിക്കേണ്ടത്, യുദ്ധം നടക്കേണ്ടത് എന്ന ഉദ്ദേശത്തോടുകൂടി. അപ്പൊ ഞാൻ ആ അലി റളിയല്ലാഹു ജയിച്ച അള്ളാഹുവിന്റെ വൃത്തം ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാൻ ഈ കാര്യങ്ങൾ പറയുന്നത്, അല്ലാതെ വേറെ ഉദ്ദേശം വെച്ചുകൊണ്ടല്ല. അങ്ങനെ ഞാൻ ഈ കേസറ്റ് കേട്ടപ്പോൾ അദ്ദേഹം എന്തിനായി കേസറ്റിൽ പറയുന്നത്, കുഞ്ഞുകൾ കൊണ്ടു നടക്കുന്ന റസൂലുള്ളാഹിന്റെ ജാറം എന്ന് പറഞ്ഞൊരു ഫോട്ടോ കൊണ്ട് നടക്കുന്നുണ്ട്. ഒരു റസൂലുള്ളാഹിന്റെ റൗളയുടെ ഫോട്ടോ, അതിന് ഒരു നിലവിളച്ചും അതുപോലെ തന്നെ ഒരു തലയക്കെട്ടൊക്കെ വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ റൗളയുടെ ഫോട്ടോ എന്നൊരു ഫോട്ടോ അവരിറക്കിയ ഒരു കാണാ കാഴ്ച എന്നൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ ഈ റൗളയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോ അങ്ങനെ റൗളക്ക് ഈ ഫോട്ടത്തിലുള്ള പോലെ ഒരു രൂപം റസൂലുള്ളാഹിന്റെ റൗളത്തിൽ ഞാൻ നേരിട്ട് പോയി കണ്ടതാണ്. കണ്ടാൽ പിന്നെ അനുഭവം പാടായിരിക്കുമല്ലോ, പിന്നെ നേരിട്ട് പോയി കണ്ട അങ്ങനെ പോരാതില്ല. ഈ ജാറത്തിനെ സംബന്ധിച്ചാണ് ബഹുമാനപ്പെട്ട ഹുസൈൻ സലീം പറഞ്ഞത് ഈ ഫോട്ടോ കള്ളജാറമാണ്, അല്ലാതെ റസൂലുള്ളാഹിന്റെ ഖബറിനെ പറ്റിയല്ല. പക്ഷെ വേറൊരു സക്കാഫിന്റെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി, ജനങ്ങളെ വിമോചനാക്കാൻ വേണ്ടിയിട്ട് എന്റെ മുന്നിലുള്ള കൗമ് എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്ന ഒരു വിഭാഗമാണ്, ചോദ്യം ചെയ്യപ്പെടില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ അദ്ദേഹം ഉണ്ടാക്കി അത് റസൂലുള്ളാഹിന്റെ റൗളിയാക്കി മാറ്റി കഴിഞ്ഞു. ഞാൻ നേരിട്ട് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി പറഞ്ഞു ഇദ്ദേഹം പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഒരു സഹവാനൊക്കെ പറഞ്ഞത് എന്നാ എല്ലാ കേസത്തിലും കേട്ടോ ഇങ്ങനെ എത്രയോ കളവുകൾ ഉണ്ടാവും. അപ്പൊ അവിടെ നമുക്ക് പല കേസറ്റുകളും കേൾക്കാൻ തുടങ്ങി. ഈ ഇവർ കൊണ്ടുനടക്കുന്ന ഈ കള്ളയാറിനെ ഫോട്ടോ ഇപ്പോഴത്തെ വിചാരിക്കാരൻ അല്ല നന്നായി എതിർത്തതിന് ശേഷം ഇപ്പൊ നെറ്റിൽ നിന്ന് ആ ജാറത്തിന്റെ ഫോട്ടോ എടുത്തുപോയി എന്നാ പറയപ്പെടുന്നത്. അപ്പോ ഞാൻ മനസ്സിലാക്കിയ എന്റെ കേസറ്റിൽ കേട്ടോ അങ്ങനെ ഒരുപാട് കേസറ്റുകൾ കേട്ടോ ഒരുപാട് ഞെട്ടിക്കുന്ന സത്യങ്ങൾ ഇവരെ മറച്ചു വെക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് അനീഫ് ലായക്കുടിയുടെ ഒരു പ്രസംഗം ഞാൻ കേൾക്കുന്നത്. അനീഫ് ലായക്കുടിയുടെ പ്രസംഗം, ആ പ്രസംഗത്തിൽ അദ്ദേഹം അബൂബക്കർ മുസ്ലിയാരുടെ ഒരു കൃത്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ വളരെയേറെ ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് സംസ്കൃത അബൂബക്കർ മുസ്ലിയാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു കൃത്യം എന്താണ്, അതായത് സമസ്തയിൽ രണ്ട് വിഭാഗം പണ്ഡിതന്മാർ തമ്മിൽ രണ്ട് ചർച്ചയുണ്ടായി. അള്ളാഹു എന്ന് പറയണമെന്ന് ഒരു വിഭാഗം ആൾക്കാർ, അതല്ല അല്ലാഹു എന്നാ പറയേണ്ടത് ഒരു വിഭാഗം ആൾക്കാർ ചർച്ച വന്നു. അങ്ങനെ പദ്യത്തിലൊക്കെ പോലത്തെ പറഞ്ഞ അല്ലാഹു എന്നാ പറയേണ്ടത്, ഒരു വിഭാഗം പറഞ്ഞ അല്ലാഹു എന്നല്ല പറയുന്നത് അള്ളാഹു എന്നാ പറയുന്നത്. അപ്പോൾ പദ്യസ്താദ് അതിന് ഒരു തെളിവായിട്ട് പറഞ്ഞത് സദഖത്തുള്ള കാര്യം അല്ലാഹു എന്നാ പറയുന്നത്, അതുകൊണ്ട് നമ്മൾ അല്ലാഹു എന്ന് പറയണമെന്ന് പദ്യത്തിലൊക്കെ പറഞ്ഞു. ഇത് പറഞ്ഞപ്പോൾ ഇയാൾ ശംസുലങ്ങൾ ചോദിക്കുകയാണ്, അങ്ങനെ എത്ര കുതിരപ്പെട്ടാണ് ലോകത്തിൻ്റെതോ? ആ കുതിരപ്പെട്ടാണ് പറയുന്നത് ദീന് തെളിവാണോ? ആര് ചോദിക്കാൻ എനിക്ക് ചോദിക്കുക, ആരെക്കൊണ്ടാ ചോദിച്ചത്? സദഖത്തുള്ളാഹി കായൽപട്ടണത്തിൽ നിന്ന് മറന്നു തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹം. കായൽപട്ടണത്തിൽ മറന്നു കേൾക്കുന്ന വലിയ വലിയാണെന്നൊക്കെ പറയുന്നത് കുത്തുബിയത്തിന്റെ രചയിതാവാണ് അദ്ദേഹമാണ്. കുത്തുബിയത്ത് ഉണ്ടാക്കിയത്, ഈ കുത്തുബിയത്ത് ഉണ്ടാക്കിയ അദ്ദേഹമാണ്. അതായത് മുഹ്യിദ്ദീൻ മരണപ്പെട്ട് ഏകദേശം 400 അപ്പുറം വർഷം കഴിഞ്ഞ ശേഷമാണ് കുത്തുബിയത്ത് ഉണ്ടാകുന്നത്. ഈ കുത്തുബിയത്ത് ഉണ്ടാക്കിയത് ഈ മനുഷ്യനാണ്, ഈ സദഖത്തുള്ളാഹി കായൽ. ഇദ്ദേഹത്തെ പറ്റിയാണ് പറയുന്നത് അദ്ദേഹം ഒരു കുതിരപ്പട്ടാണിയാണ്. അദ്ദേഹം പറയുന്നത് ദീന് തെളിവല്ലാന്ന്. ആര് പറയുന്നത്? ശംസുൽ നയിക്കാൻ. ഇപ്പൊ ഞാൻ ചിന്തിച്ചു, ഈ കുതിരപ്പട്ടാണി ഉണ്ടാക്കിയതല്ലേ കുത്തുബിയത്ത്? ഈ കുതിരപ്പട്ടാണി ഉണ്ടാക്കിയ കുത്തുബിയത്താണല്ലോ നമ്മളെ കൊണ്ട് ചെല്ലിക്കുന്നത്. രാത്രിയിൽ ഏറ്റവും 1000 വട്ടം മുഹ്യിദ്ദീനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇതെങ്ങനെ ദീന് തെളിവാകും എന്ന് ഞാൻ ആലോചിച്ചു. കുത്തുബിയത്തെ സംബന്ധിച്ച് പഠിച്ചു. ഞാൻ അതുവരെ മനസ്സിലാക്കിയ കുത്തുബിയത്ത് എന്ന് പറഞ്ഞാൽ മുഹ്യിദ്ദീന്റെ രീതിയെ വൈദ്യാണ്. ഇത് മനസ്സിലാക്കാൻ കാരണമുണ്ട്. കാരണം അദ്ദേഹം പറഞ്ഞതാണെന്ന് പറഞ്ഞാൽ പഠിപ്പിക്കുന്നത് ഈ മുഹ്യിദ്ദീൻ പഠിപ്പിച്ചതാണ്
കുത്തുബിയത്ത് എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ കുത്തുബിയത്ത് ഉണ്ടായതിന് മൊയ്യദ്ദീൻ മരണപ്പെട്ട് നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് കുത്തുബിയത്ത് ഉണ്ടാക്കുന്നത്.